very early in the morning. 5 മണി. ഞങ്ങളൊരു ഇംപ്രോംപ്റ്റോ ലോങ് ഡ്രൈവിന് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിച്ചാണ്. വെറുതെ ഇവരോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാരും വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ജസ്റ്റ് സാറ്റർഡേ സൺഡേ ഊട്ടിയിലെ വെതർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ആക്ച്വലി ഞങ്ങൾ 2023 ഇങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്ക് വ്ളോഗൊന്നും ചെയ്യാനുള്ള യൂട്യൂബ് ചാനലൊന്നും ഇല്ല. സോ നമുക്കിന്ന് മസിനഗുഡി വഴി ഊട്ടി പോയിട്ട് വരാം. ആൻഡ് ചിത്ര, വി ആർ റിയലി സോറി. ചിത്ര നമ്മളെ കൊല്ല ഉറപ്പാണ്. ചിത്ര നമ്മുടെ അല്ല, ചിത്ര സേലത്താണുള്ളത്. നമ്മുടെ ഗ്യാങ്ങിലേക്ക് കുറച്ച് ആൾക്കാർ കൂടി വരാൻ പോവാണ്. That will be revealed later. നമ്മളിപ്പോ ഫുൾ ടാങ്ക് ജ്യൂസിലൊക്കെ അടിച്ച് എന്താണ് യെസ്, ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. അവരൊക്കെ എണീറ്റുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോകുന്നതായിട്ട്. എല്ലാവരും പെറുക്കി എടുത്തിരിക്കുന്നു ഗൈസ്. അല്ല 99,800 ആവും. വണ്ടി 1 lakh ആവും. 1 lakh kilometers. ഇല്ലല്ലോ, ഇപ്പൊ വണ്ടി എടുത്ത് 1 year ആവും. 1 year മുടിച്ചു. ജൂലൈയിലത് അടുത്ത്. യെസ്, അപ്പം നമ്മൾ ഐശുണ്ട് ഇവിടെ. ഞങ്ങളിവിടെ വണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മൈസൂർ എക്സ്പ്രസ് വേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ചു. എന്തൊക്കെയൊക്കെ ഉണ്ട്? ബേക്കോ എന്താ വാങ്ങണേ? ചായ നമ്മളങ്ങനെ മൈസൂർ എത്തിയിരിക്കുന്നു. ദിസ് ഈസ് ദ ഫേമസ് ചർച്ച് ഇൻ മൈസൂർ. എന്താ അതിൻ്റെ പേര്? സെന്റ് ബസിലിക്ക. ഇവിടെ മൈസൂർ വരുന്ന ഒരു സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ചർച്ച്. നല്ല രസമുണ്ടല്ലോ ഇത്. നമ്മളിന്ന് പോകുന്നില്ല. വി ആർ ഗോയിങ്. ഇതാണ് മൈസൂർ പാലസ്. ആർക്കും അറിയില്ലല്ലോ. ഇവിടെ സൂര്യാണ് ആക്ച്വലി ആദ്യമായിട്ട് മൈസൂർക്ക് അന്ന് നമ്മൾ വന്നല്ലേ. അതിനുശേഷം പിന്നെ എപ്പോഴും മൈസൂർ തന്നെ. ഇത് നമ്മൾ എത്രയോ 5-10 വട്ടം ഉണ്ടാവില്ലേ ഇവിടെ വരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോ അങ്ങനെയാ. അതിനുശേഷം എത്ര വട്ടം മൈസൂർ വന്നു? ഞാൻ കുഞ്ഞുനാള് മുതൽ, അതായത് മേമ ബാംഗ്ലൂർ ആയ മുതൽ എല്ലാ വെക്കേഷനും ഞാൻ ബാംഗ്ലൂർ വരും. ഒരു വെക്കേഷൻ പോലും ഇല്ല ഞാൻ മൈസൂർ വന്നു കഴിഞ്ഞാൽ പോകുന്ന 2 സ്ഥലങ്ങള് പാലസും ചാമുണ്ഡി ഹിൽസും. ചാമുണ്ഡി ഹിൽസ് ആണ് കാണുന്നത് അല്ലേ? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ചാമുണ്ഡി ഹിൽസ് ആണ്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നു. ഇതേതാ? A to B ചാത്തന വന്നിട്ടുണ്ട്. അത് നല്ല രസമുണ്ടല്ലോ, ബ്ലാക്ക് റട്ട. പൊതുവെ വെജ് ഫുഡുകളെല്ലാം ഓളെ ഏക്കാറാണ് സാധ്യത. നോക്കുക, ഇതാണ് നമ്മുടെ പുതിയ ആൾ, മിസ്റ്റർ അനന്തു രമേശ്. ആ കാണും ചാമുണ്ഡി ഹിൽസാ? ആയിരിക്കും അല്ലേ? ആയിരിക്കും. ആ പോവല്ലേ, സമയം കുറേ. ആക്ച്വലി നല്ല ഫുഡായിരുന്നു. സാധാരണ ഇജാതി ഹോട്ടലുകളിൽ ഫുഡ് ഭയങ്കര ഷോക്കായിരിക്കും, പക്ഷേ ഈ ഫുഡ് നന്നായിരുന്നു.
യെസ് അഗൈൻ ബന്ദിപ്പൂർ. അതാ മറ്റേ ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആനയൊക്കെ സീനാക്കിയത് അല്ലേ? ഈ ഏരിയ ഐ മീൻ ബന്ദിപ്പൂരിനല്ലേ? സോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം 2-3 പ്രാവശ്യം എപ്പോഴും ആന കണ്ടിട്ടില്ലേ? ഇന്ന് ആന കാണൂട്ടിക്കെ അനന്ത് കുരിശ് വരച്ചിരിക്കുക, ആനെ കണ്ടില്ലെങ്കിൽ അനന്ത് കാരണല്ലേന്ന് പറഞ്ഞിട്ട്. അത് ശരിയാട്ടോ ആനന്ദ്. ഇന്ന് ആരെ കണ്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നീയാണ്. സാധാരണ എല്ലാ പ്രാവശ്യം കാണാറുണ്ട്. ഓക്കെ പക്ഷെ ടൈഗർ ഒന്നും അങ്ങനെ വരത്തില്ല. ടൈഗർ ഒന്നും ഇങ്ങോട്ട് വരില്ല. ആന കണ്ടില്ല. വേണ്ട, ഇതാണ് ആന. ബന്ദിപ്പൂർ മാൻ റിസർവ്. ആക്ച്വലി നല്ല സൈസ് ഉണ്ടല്ലേ എല്ലാം അല്ലേ? നല്ല സൈസ് ഉണ്ടല്ലേ എല്ലാം? അല്ല എല്ലാം അത്യാവശ്യം നല്ല. ഇപ്പൊ സീസൺ അല്ലേ, പുല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കടകളൊക്കെ ഉള്ളിലായിരിക്കും. ഈ റോഡ് കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവല്ലേ? ശരിയാ, റോഡ് ഇപ്പൊ സമയം എത്രയായി? 10 മണിയായി. അതുകൊണ്ടായിരിക്കും. ആന എവിടെ? ആന പിണ്ടം കണ്ടു ഗൈസ്, പക്ഷെ ആന കണ്ടില്ല. എന്താ ഒരു സമരം വെക്കുന്ന റോഡിന് നടുവില്? റോഡിൽ നിറയെ വരങ്ങന്മാരാണല്ലോ. അതാണ് അതിന് ബുദ്ധിയില്ല. ഹമ്പിന്റെ അടുത്തിരിക്കുന്നത് ഹമ്പിന്റെ അടുത്തത് സ്ലോ എന്ന് അറിയുന്നോണ്ടായിരിക്കും. ബുദ്ധിയില്ല ആരും പറഞ്ഞില്ലേ? നല്ല ബുദ്ധിയാ. 9 PM to 6 AM. ഇതാണ് 9 PM ക്ലോസ് ചെയ്യുന്നത് അല്ലേ? യെസ്. അതല്ല, അവിടെയും ക്ലോസ് ചെയ്യും. ഇതിപ്പോ നമ്മള് ആക്ച്വലി കർണാടക കഴിഞ്ഞു, തമിഴ്നാട് കയറി. ഇനി വിസിറ്റ് ഇൻ കർണാടക സ്റ്റേറ്റ്. ഇനി തമിഴ്നാടാണ് കയറുക, കേരളമാണ് കയറുക? തമിഴ്നാടാ? ഓ, അത് കേരള അല്ലേ? അവിടെയാണ് കേരള. നീലഗിരി ഡിസ്ട്രിക്ട്. ഓ യെസ്. ഇവിടെ നമ്മൾ ആക്ച്വലി ഞാനത് പറയാൻ വിട്ടുപോയി. ആക്ച്വലി ഊട്ടിക്ക് പോകണമെങ്കിൽ നൗ വി ഹാവ് ടു ടേക്ക് പാസ്. അതാ കാട്ടി കണ്ടായിരുന്നു ബാഹുബലിയിലെ പശു. മറ്റേ യുദ്ധം ചെയ്യുന്നില്ല അങ്ങനെ വിട്ടിട്ട് ബാഹുബലിയിലെ. പോണ്ടോ? പോക്കോ, എല്ലാരും പോക്കോ. പോ. നമ്മളങ്ങനെ നമ്മുടെ 1,00,000 കിലോമീറ്റർ ആയിരിക്കുന്നു ബന്ദിപ്പൂർ കാട്ടിൽ നിന്ന്. പക്ഷേ കറക്റ്റ് ഞാൻ ആ 1,00,000 എടുക്കണം വിചാരിച്ചാണ്. പക്ഷേ പെട്ടെന്ന് മിസ്സായിപ്പോയി. ഇപ്പോഴാണ് ഓർമ്മ. ഇപ്പം മീറ്റർ നോക്കിയപ്പോഴാണ് 1,00,000 കിലോമീറ്റർ കഴിഞ്ഞത് പറഞ്ഞത്. ഒരു 25,000 കിലോമീറ്റർ നമ്മളല്ലേ കിട്ടുമ്പോ എത്രയായിരുന്നു? 75. ഒരു വർഷം കൊണ്ട് 25,000 കിലോമീറ്റർ. ഒരു വർഷം കഴിഞ്ഞു. ജൂലൈയിലല്ലേ? ഫൈനലി ആനെ കണ്ടു. ഇതിൽ കാണാൻ തുടങ്ങി. ഞാൻ ആദ്യം കാട്ടുപോ. പിടിയാനാണോ? പിടിയാനല്ലേ? വാവ്. ഒറ്റയ്ക്ക് നിൽക്കുന്നേ നല്ല രസമുണ്ടല്ലേ? അല്ലെങ്കിൽ ഏഷ്യൻ എലിഫന്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. വലിയ ആനകളാണ്, പക്ഷെ കുറച്ചും കൂടി അത് ഡെയിലി രാവിലെ കുടിച്ച് മേക്കപ്പ് ചെയ്ത് പൊട്ടൊക്കെ പൗഡർ ഇട്ടിട്ട് വരുന്ന. ക്യാമറ യെസ്. അപ്പൊ ഊട്ടി കയറണമെങ്കിൽ ഈ പാസ് സ്പോട്ട് ഈ പാസ് ഉണ്ട്, അതായത് ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം ടീക്ക് എല്ലാം നേരത്തെ കണ്ടറിഞ്ഞ് പാസ് ഒക്കെ എടുത്തിട്ടല്ലേ അടിക്കാൻ നടക്കണം. എന്നോട് പറഞ്ഞു 2 പേര് ഈ പാസ് വേണമെന്നും വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ചാൻസ് എടുത്തില്ല. എന്തായാലും ഈ പാസ് എടുത്തിട്ട് പണിയൊന്നുമില്ലല്ലോ, അപ്പൊ തന്നെ കിട്ടും സ്പോട്ടിൽ. വണ്ടി നമ്പറും എത്ര നമ്പർ ഓഫ് പാസഞ്ചേഴ്സും
ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ അങ്ങനെ ഏതെങ്കിലും അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോവാം. അത് ഇവിടെ നിന്ന് ഇനി പാസ് എടുക്കുന്ന ആൾക്കാർ അത് പാസ് കാണിക്കണ്ടാവും. അപ്പൊ നമ്മൾ മസനഗുഡി ടൗൺ എത്തി. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, ഒരു ഗ്രീൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 30 രൂപ. നല്ല ചിക്കനൊക്കെ മട്ടനൊക്കെ ഉണ്ട്. ചെറിയ ടൗണാ. തണുപ്പ് വന്ന് തുടങ്ങിട്ട് നമുക്ക് മുകളിലൊക്കെ മഞ്ഞില്ല, കോടമഞ്ഞ്, പുറത്തൊക്കെ നല്ല തണുപ്പ്. നല്ല വെതർ അടിപൊളിയായിരിക്കും. 2 വാക്ക് പറയും, മിസ്സിംഗ് യുവർ ഗേൾ. അടുത്ത 10 സെക്കൻഡ് ചിത്രയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പറയൂ. പറഞ്ഞിട്ട് വരായിരുന്നു. നല്ല തണുപ്പായിട്ടാ പുറത്ത്. ഫ്രണ്ട് இன்னும் கொஞ்சம் கம்மி. അതാണ് അവര് ഇറങ്ങാൻ വിടാത്തില്ലേ. இப்பதான் ஏதோ புதுசா பாக்குற மாதிரி ரோடு. ആ ശരിയാട്ടോ, ഉച്ചക്ക് 12 മണിയത്. രാവിലെ നൈസ് ചെയ്തിരിക്കണം. അന്നൊക്കെ ലാസ്റ്റ് ടൈം നമ്മൾ വരുമ്പോ ഇത്ര സീപ്പാണെന്നുള്ളത് ഗവനിക്കില്ല, മറന്നിട്ടൊന്നും 25 of 36. ഇവിടെ ഇല്ലായിരുന്നു കട. இல்ல மேல ஏறினதுக்கு அப்புறம் தான் நான் இன்னும் மேல போனது. நான் மேல ஏறிட்டு நான் வியூல வந்து பார்த்துட்டு നമ്മളന്ന് വന്നപ്പോൾ നല്ല അടിപൊളി ബോഗൻവില്ല അല്ലേ, വീടൊക്കെ. കട്ടൻ ബ്ലാക്ക് ടീ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഒരു വീടും ആ ഒരു ചെടിയും ഒരു ഇതൊക്കെ. ഇവിടെ കുറച്ചൊരു ഭംഗിയുള്ള രസം. വ്യൂ അടിപൊളി. നല്ല കോടമഞ്ഞും കട്ടൻ ചായയും. കോടമഞ്ഞും കട്ടൻ ചായയും. ഈ റൂട്ടിൽ വരുമ്പോ എല്ലാവരും ഈ കടയിൽ നിർത്തി ചായ കുടിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല സൂപ്പർ വ്യൂ. ഇത് എത്രാമത്തെ ഹെയർ പിന്നാണ്? 12. ഈ കാണുന്ന ഇതാണ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസ് ഓഫ് ഊട്ടി. ഞങ്ങൾ ഇത്ര നേരം അത് ഗവൺമെന്റ് മറ്റേ ഹൗസിംഗ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നല്ല രസത്തിലാണ് അതൊരു അതിന്റെ സ്പേസും അത് ഉണ്ടാക്കി. നമ്മളങ്ങനെ ഊട്ടി എത്തിയിരിക്കുന്നു.
ആമാ ജൂനിയർ കുപ്പണ്ണൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞില്ലേ എല്ലാവരും ഉദ്ദേശം ഊട്ടിക്ക് വരുന്നത് ഇതിന്റെ ഹോട്ട് ചോക്ലേറ്റ്, ഊട്ടി ബർക്കി, ഫുഡ്, അല്ലാണ്ട് ഊട്ടിയിലെ സ്ഥലങ്ങൾ കാണാൻ ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ്. അതെ ഊട്ടി സ്ഥലങ്ങൾ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം പലവട്ടം വന്നിട്ടുണ്ട്. ജസ്റ്റ് മറ്റേ വെദർ ആൻഡ് ഫുഡ്, വെദർ ആൻഡ് ഫുഡ്. എന്താ വ്യൂലേ. നമ്മുടെ ക്ലാസിക് മറ്റേ ഊട്ടി പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണിത്. ആ വാലിയില് വീടുകൾ നിൽക്കുന്നു. ഊട്ടി ടൗൺ, ഊട്ടി സെന്റർ. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ജൂനിയർ കുപ്പണ്ണ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് വന്ന് നമ്മൾ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ നേരെ ലഞ്ചിന് വന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ. എല്ലാ ചെടികളും നോക്ക്, വാവ്, എല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. ഇവിടെ നിന്നൊക്കെ ചെടി കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ട് കുറേ ചെടി നട്ടി, അതൊന്നും ഉണ്ടായില്ല. പഴയ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു സ്ഥലം. ജൂനിയർ നൈസ് പ്ലേസ്. അത് തന്നെ നമുക്ക് വാഷ്റൂം പോകാം. അന്നെന്താ ഓർഡർ ചെയ്തന്നെ? ചിക്കൻ ബിരിയാണി. നമ്മളെന്താ ഓർഡർ ചെയ്തന്നെ? കല്യാണം കഴിച്ചതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ബിരിയാണിയും പറയാം, പൊറോട്ടയും പറയാം, എന്നിട്ട് ഷെയർ ചെയ്യും. ഒരു ബിരിയാണി, 2 പൊറോട്ട, ഒരു ചിക്കൻ ബിരിയാണി. ഓക്കെ ഓക്കെ. വെങ്കടൻ്റെ സാപ്പാട്, നോൺ വെജ് സാപ്പാട്, അൺലിമിറ്റഡ്നാல சாப்பாடு ഓർഡർ பண்ணிருக்க. ഇവളെ വെജ് സാപ്പാട്, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ഗ്രേവി എക്സ്ട്രാ ഇവിടെ ഫ്രീ കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മളൊരു എന്താണ് ചിക്കൻ ചിക്കൻ ചുക്ക ബോണ്ട്. യെസ്. അതിനാണ് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വേറെ പറഞ്ഞത്. ഈ ഗ്രേവി ഉണ്ടല്ലോ അമ്മ, ഈ ഗ്രേവി ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു പീസ് തന്നെ പൊറോട്ട എടുക്കുക, ഇങ്ങനെ ഒരു പീസ് തന്നെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, മിക്സ് ചെയ്ത വേറെ ലെവൽസ് ആണ്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഗൈസ്, ഹൗ ഇസ് ദ ഫുഡ്? പ്രമാദം പറയും. சாப்பாடு எவ்வளோ வாட்டி வாங்குறேன்? അതൊന്നും പറയാൻ പാടില്ല. நல்லா இருந்துச்சு, இருந்தாலும் கொஞ்சம் ஒன்றும் இல்லை இல்லை, கொஞ்சம் என் ஒய்ஃப் இருந்தால் கொஞ்சம் நல்லா இருந்திருக்கும் அப்படின்னு. இல்ல அந்த ஒரு வருத்தத்துல கம்மியா சாப்பிட்டேன், அந்த ஒரு வருஷத்துல கம்மியா சாப்பிட்டேன். How is the food? പൊറോട്ടയും ചിക്കൻ ചുക്കി അടിപൊളി. ബിരിയാണി ലൈക്ക് നോർമൽ. மீல்ஸ் சூப்பரா இருக்கு, மீல்ஸ் இஸ் வர்த் தி மணி. നല്ലായിരുന്നു. மீல்ஸ் இஸ் வர்த் தி மணி. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ ലാംബ്രട്ട, പ്രൈവറ്റ് വണ്ടി കേട്ടോ. നന്നായിട്ട് റീസ്റ്റോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെവിടേക്കാ പോകുന്നേ? ലൗഡേയിൽ ഇവിടെ അല്ലേ? എന്നല്ല, ആദ്യം നമുക്ക് റൂം പോയി ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് ലൗഡേയിൽ പോവാം. ലെറ്റ്സ് ഗോ. ഫുള്ള് കുട വന്ന് പോയിക്കൊണ്ടേയിരിക്കണ്ടേ. നല്ല തണുപ്പായി. ഒരു 3 മണി 3:30 ആയപ്പോഴേക്കും സെറ്റ് സ്ഥലം. അതുകൊണ്ട് കൂടെ കോട ഇറങ്ങുന്നത്. ഇവിടെ എല്ലാവരും ചെറുതായിട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ല തണുക്കുണ്ട്. ഞാൻ എന്തൊക്കെ ജാക്കറ്റ് എടുത്ത് കയറ്റി. എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. ഞങ്ങള് ആക്ച്വലി
ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നപ്പോൾ മസനഗുഡി കഴിഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞേ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നുള്ള വരുന്നത് അവിടെ തണുപ്പൊന്നും അറിഞ്ഞില്ല പറഞ്ഞു. പക്ഷെ ഇവിടെ റൂമ് കയറിയപ്പോഴാണ് ഫുൾ തണുപ്പ്. നല്ല സമയം പറഞ്ഞ് 2:30 ആയിട്ടുള്ളൂ. 2:30 ആയിട്ടുള്ളൂ. എല്ലാരും ഹുഡീസും ക്യാപ്പും ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള സ്പോട്ടുകൾ ഒന്ന് അവലാഞ്ച് ലേക്ക് അല്ലേ, പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പൈൻ ഫോറസ്റ്റ്, മറ്റേ ഷൂട്ടിംഗ് ഏരിയ, പൈക്കര വാട്ടർഫാൾസ് ഒക്കെയാണ്. പക്ഷെ അവലാഞ്ച് ഇപ്പൊ ക്ലോസ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ നാളേക്ക് മാറ്റി വെച്ചു. ഇന്നിനി ഞങ്ങൾ വീണ്ടും പൈൻ ഫോറസ്റ്റ് പോയാലോ എന്നുണ്ട്. അപ്പൊ നമ്മൾ പൈൻ ഫോറസ്റ്റ് ഓക്കെ. അപ്പൊ ഹോട്ട് ചോക്ലേറ്റോ? പൈക്കാര വാട്ടർഫാൾസ് കണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാട്ടർഫാൾസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നതാണിത്, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്. നല്ലൊരു ഡാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ഹോളിൽ കൂടെയാണ് അവിടെ വെള്ളം വരുന്നത്. കാര ഡാമിൻ്റെ അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല. ഡാമിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പുഴ പോലെ ഒഴുകി വരുന്നുണ്ട് ഡാമിലെ വെള്ളം. അങ്ങനെയുണ്ട്, നല്ല തണുപ്പുണ്ടോ? ഹായ്. ഓ തണുപ്പുണ്ടോ? പൈക്കാര ലേക്കാണ് പോണത്. അത് പറഞ്ഞില്ല, ആക്ച്വലി വലിയ പ്ലാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ പോകാനുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളിൽ പോകണം. പൈക്കാര ഫോൾസ് ക്ലോസ്ഡ് ആണ്. അവിടേക്കാണ് ആക്ച്വലി പോകാൻ പ്ലാൻ ഇട്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പൈക്കാര ബോട്ട് ഹൗസ് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് പോകുന്നതായിരിക്കും അല്ലേ? യെസ്. സോ ലെറ്റ്സ് ഗോ. എങ്ങോട്ട്? ഞാൻ ഇതുവരെ പൈക്കാര പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. വെൽക്കം ടു പൈക്കറ ബോട്ട് ഹൗസ്. റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ. ഊട്ടി ബോട്ട് ഹൗസിൽ നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ പൈക്കര ബോട്ട് ഹൗസിലേക്ക് വരാം. ഇവിടെ കുറച്ചുകൂടി തിരക്കും ഉണ്ടല്ലേ. വെള്ളം നല്ല കുറച്ചുകൂടി നല്ല വെള്ളം പോലെ ഒരു ഗ്രീൻ കളർ വെള്ളം അല്ലേ? പ്യുവർ വാട്ടർ. യെസ്. ബോട്ടില്ലേ? ഇതാണ് ബോട്ടിൻ്റെ ചാർജസ്. സ്പീഡ് ബോട്ട് 1150, 8 സീറ്റർ 1150, 10 സീറ്റർ 1350, സോഡിയാക് ബോട്ട് 1300, ജെറ്റ് സ്കി 1300. ഞങ്ങൾ സോഡിയാക് ബോട്ടാണ് എടുത്തിരിക്കുന്നത്, സ്പീഡ് ബോട്ട് എടുത്തില്ല. പിന്നെ ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. ഇവിടെ റേഞ്ച് ഇല്ല. ഒന്നെങ്കിൽ ക്യാഷായിട്ട് വരിക, അല്ലെങ്കിൽ കാർഡായിട്ട് വരിക, അല്ലെങ്കിൽ റേഞ്ചുള്ള സിമ്മായിട്ട് വരിക. ജിയോന് ഇവിടെ എന്തായാലും റേഞ്ച് കുറവാണ്. വയർലെസ് എടുത്തു. യെസ്. ഇതാണ് സോഡിയാക് ബോട്ട്. ലേക്കിൽ നല്ല മഴ ഡ്രസ്സിൽ ചെയ്ത് തുടങ്ങി. ആക്ച്വലി ഞങ്ങൾക്ക് പോയിരുന്ന ബോട്ട് പോയിരിക്കണം. അത് ആകെ ഒരു ബോട്ടേ ഉള്ളൂ, സോഡിയാക് ബോട്ട്. പക്ഷേ ഓൾറെഡി കുറച്ച് ഇത്രയും പേര് അതിനുള്ള ക്യൂവിലുള്ളത്. ഞങ്ങൾക്ക് ഇനി ആ ബോട്ട് ഇട്ടണമെങ്കിൽ ഇനി 1 മണിക്കൂറാവും. സോ പോസ്റ്റ് ആയി. ജെറ്റ് സ്കി ഇതിനിവിടെ നമ്മൾ എക്സ്ട്രാ, പക്ഷെ വില കൂടെ ആള് വരും. 1300 രൂപ എന്തോ ആണ്. സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിവിടെ വന്ന് ഇങ്ങനെ ഒരൊറ്റ കറക്കാണ്. ഓ ആ സ്പീഡ് ബോട്ട് വരുന്നതൊക്കെ. ഹലോ ഗൈസ്, ആർ യു ഗൈസ് റെഡി ഫോർ ബോട്ടിംഗ്? യെസ്. ഇത്ര നേരം നല്ല മഴയായിരുന്നു, ഇപ്പൊ മഴ പോയി. നമ്മുടെ ബോട്ടാണ് ആ വരുന്നത്. അതല്ല ആക്ച്വലി മറ്റേ ഊട്ടി മെയിൻ ബോട്ടിങ്ങിനെക്കാട്ടിയും ക്രൗഡ് കുറവാണ്. പക്ഷേ ബോട്ടിങ് ഇത് കുറവാണ്, ഓപ്ഷൻസ് കുറവാണ്. അവിടെ മതിക്ക് നമുക്ക് മറ്റേ പെഡലിംഗ് ബോട്ടുകളാണ് ഉണ്ടാവുക. ഇവിടെ എല്ലാം മിഷൻ ബോട്ടുകളാണ്.
യെസ്, ഇതാണ് നമ്മുടെ സോഡിയാക് ബോട്ട്. നമ്മൾ ഇതിലാണ് പോകുന്നത്. ഇത് കുറച്ചുകൂടി ഹൈടെക് ബോട്ട് ആവുന്നുണ്ട് അല്ലേ? ആ ഞാൻ കയറാം. വാവ്, വാ, ഹൈടെക് ബോട്ട്. അയ്യോ நல்ல சில்லுன்னு இருக்குது தண்ணி. ഇത് ആക്ച്വലി സ്ലോ പോണ ബോട്ട് കേട്ടോ. 20 മിനിറ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ പാട്ടൊക്കെ പാടി മെല്ലെ പോവാ. നമ്മൾ സ്പീഡ് ബോട്ടിന്റെ ആൾക്കാരാണ്. തണുപ്പല്ല, നല്ല തണുപ്പുണ്ട്. ആ യെസ്, നമ്മളിതാ ഇവിടെ നിന്ന് വന്നേ. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫുൾ റൗണ്ട് അടിച്ച് ഈ ലേക്ക് ആക്ച്വലി നോർമൽ ഊട്ടി ലേക്കിനെക്കാട്ടും വലുതാണ്. ഇത് 14 കിലോമീറ്ററുള്ള ലേക്ക് കേട്ടോ. അടിപൊളി, നല്ല തണുപ്പുണ്ട്. കുറച്ചേച്ച് ഈവനിങ് ടൈമാണ്, സമയം 5:30 ആയി. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. Nice. That was actually nice. ചെറിയൊരു ഹാഫ് സ്പീഡ് ബോട്ടിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അടിപൊളി. സ്പീഡ് ബോട്ട് ഇതിലും കാട്ടി കൂടുതലായിരിക്കും. പിന്നെ അതിന് ചെറിയ ബോട്ടല്ലേ. ഗുഡ് ഓൺലി, ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. 5 പേർക്ക് 1300 രൂപയേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ബിഗ് എമൗണ്ട്. ഓക്കെ. ഫോട്ടോ ബൂത്ത് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫുഡ് മാഗ്നറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ പറ്റും. എത്ര രൂപ? 100 രൂപ ഈച്ച് തന്നെ കേട്ടോ. ഇതിന് ഫോട്ടോ മാഗ്നറ്റിന് എത്ര? ഫ്രിഡ്ജ് മാഗ്നറ്റിന് 300 രൂപ. അപ്പോൾ ഇതാണ് ലേക്ക്. നടന്ന് കഥച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ട്. എന്ത്, എത്ര തണുപ്പില്ലാന്നോ? ഇല്ലല്ലേ, മഴ പെയ്യും. മഴ കൊള്ളു ചോദിച്ചു, പക്ഷെ മഴ കൊണ്ടില്ല. ഭയങ്കര തണുപ്പുണ്ട്. ഇരിക്കും കഥച്ച് നടന്നത്. ഇനി നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോകാം. ഇതാണ് ഫേമസ് ഷൂട്ടിംഗ് പോയിന്റ്. കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. സൺസെറ്റ് ഇല്ല എന്നല്ല, 6 മണി ആവുന്നല്ലോ. സണ്ണൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഫുൾ ക്ലൗഡിയാണ്. ഹായ് നൈസ് കുതിര അല്ലേ? അത് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് പോയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ 6 മണി വരെയാണ് എൻട്രി ഉള്ളൂ. പിന്നെ ഇരുട്ടായി, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. എന്തായാലും നാളെ നമ്മൾ തിരിച്ച് ഈ റൂട്ടൊക്കെ തന്നെയാണ് പോവുക. അപ്പോൾ നമ്മൾ നാളെ പോകുന്ന വഴിക്കൊന്ന് കയറിയിട്ട് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്? ഹോട്ട് ചോക്ലേറ്റ് കഴിക്കണം. പിന്നെ ഊട്ടി പാർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങണ്ടോ? ഓക്കെ, ഊട്ടി പാർക്ക് വാങ്ങണം. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങണം. എന്നിട്ട് റൂം പോകണം, കിടന്നുറങ്ങണം. യെസ്, വിൽക്കോ. ഞങ്ങൾ ഊട്ടിയിൽ നമ്മൾ ആക്ച്വലി ഊട്ടി ടൗൺ എത്തിപ്പോൾ. ഇവിടെ ഒരു ഫേമസ് ഷോപ്പുണ്ട്. ദിസ് ഇസ് മോഡീസ്. നല്ല ഹോട്ട് ചോക്ലേറ്റും
കുറേ പേസ്ട്രീസും കുറേ സാധനങ്ങളും കിട്ടും. എന്തേക്കണ പട്ടി സീരീസാ? പട്ടി സീരീസ് പട്ടി സീരീസ് നോക്കിയാൽ പേസ്ട്രീസിന്. പക്ഷെ നല്ല പേസ്ട്രീസ് കിട്ടും. സമയം 7 മണി. ടെമ്പറേച്ചർ ഈസ് 13 degrees. നല്ല തിരക്കാട്ടോ അവിടെ. Hot chocolate? How is it? Okay. Not that tasty, no? എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം നമ്മളെ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെന്താ വെച്ചാൽ ബ്രൗണീസ്, അനന്ത് ലൈം ടീ കുടിച്ചു, പിന്നെ കുറച്ച് ബർക്കി മേടിച്ചു അല്ലേ? ഊട്ടി ബർക്കി. അപ്പോൾ വേറെ ടേസ്റ്റോ? അപ്പോൾ എല്ലാം മിക്സ് ആവൂലേ? ഏതാ നല്ലത് കിട്ടുമെന്ന് അറിയില്ലല്ലോ. ഞങ്ങള് ഊട്ടി ആക്ച്വലി ആ കാണുന്ന ഇവിടെ എവിടെയാണല്ലോ ബസ് സ്റ്റാൻഡ് അവിടെ ആയിരുന്നു കേട്ടോ. സോറി, ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ നിന്ന് ചില്ലി ചിക്കൻ കഴിക്കാൻ വന്നില്ല. ഊട്ടിയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.